ഹായ് ഫ്രണ്ട്സ്, റെയിൽവേയുടെ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ എക്സാമാണ്. 4 പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ ഒന്നിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് NTPC. ഇന്ന് 4 മണി മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് വായിച്ചു നോക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണേണ്ടതാണ്. ഇന്ന് 4 മണി മുതൽ 31/3/2019 12 മണി വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ 1 മാസം സമയമുണ്ട്. കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ക്ലിക്ക് ഹിയർ നോട്ടിഫിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ PDF-ലേക്ക് പോകും. റിക്രൂട്ട്മെൻറ്റ് ഓഫ് വേരിയസ് NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. പ്രധാനമായിട്ടും +2 പിന്നെ ഡിഗ്രി ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ പോസ്റ്റുകൾ. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻസ് 1/3/2019 at 16 hours. ഇന്ന് 4 മണി മുതൽ അപ്ലൈ ചെയ്യുന്നതാണ്. ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് 31/3/2019 12 മണി വരെ. പിന്നെ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓൺലൈനായിട്ടാണെങ്കിൽ 5/4/2019 വരെ അടയ്ക്കാവുന്നതാണ്. SBI ചെല്ലാനാണെങ്കിൽ 5/4/2019 വരെ അടയ്ക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് ചെല്ലാനാണെങ്കിൽ 5/4/2019 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് 12/4/2019 12/4/2019 വരെ ഫൈനൽ സബ്മിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 2019 ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നടക്കാനാണ് ചാൻസ്. അതിൽ കൂടാനാണ് ചാൻസ്, കുറയാൻ ചാൻസില്ല. ഇനി എൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് 12th അതായത് +2 സ്റ്റേജ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എക്സാമിനേഷൻ ആൻഡ് ഏജ് ബിറ്റ്വീൻ 18 to 30 years ആസ് ഓൺ 1/7/2019. അതായത് 1/7/2019 30 വയസ്സിൽ താഴെ ആയിരിക്കണം. ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇത് +2 യോഗ്യതയുള്ള എക്സാംസ് ആണ്. അതെല്ലാം നോക്കാം. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 പോസ്റ്റാണ്. 19,900 രൂപ സാലറി ഉണ്ട്. C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം. ടോട്ടൽ വേക്കൻസീസ് 4,319 വേക്കൻസീസ് ഉണ്ട്. 4,319 വേക്കൻസീസ്. അടുത്തത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 ആണ്. 760 വേക്കൻസിയാണുള്ളത്. ജൂനിയർ ടൈം കീപ്പർ ലെവൽ 2 ആണ്. 17 പോസ്റ്റുകളുണ്ട്. ട്രെയിൻസ് ക്ലർക്ക് ലെവൽ 2 പോസ്റ്റാണ്. 592 പോസ്റ്റുകളുണ്ട്. കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 3 പോസ്റ്റാണ്. 21,700 രൂപ ബേസിക് പേ ഉണ്ട്. 4,940 ഒഴിവുകളാണുള്ളത്. മൊത്തം 10,628 ഒഴിവുകളുണ്ട്. അടുത്ത ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആൻഡ് ഏജ് ബിറ്റ്വീൻ 18 to 33 years ആസ് ഓൺ 1/7/2019. 1/7/2019 18 വയസ്സോ 18 വയസ്സിനും 33 വയസ്സിനും ഇടയ്ക്കായിരിക്കണം. ഡിഗ്രി ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് ട്രാഫിക് അസിസ്റ്റൻറ്റ് ലെവൽ 4 പോസ്റ്റാണ്. 25,500 രൂപയാണ് ബേസിക് പേ. 88 ഒഴിവുകളാണ് ഉള്ളത്. അടുത്ത ഗുഡ്സ് ഗാർഡാണ്. ലെവൽ 5 പോസ്റ്റാണ്. 29,200 രൂപയാണ് ബേസിക് പേ. 5,748 ഒഴിവുകളുണ്ട്. 5,748. അടുത്ത സീനിയർ കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 5 ആണ്. 5,638 ഒഴിവുകളാണുള്ളത്. അടുത്ത സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 5 ആണ്. 2,873 ഒഴിവുകളുണ്ട്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ലെവൽ 5 ആണ്. 3,164 ഒഴിവുകളുണ്ട്. സീനിയർ ടൈം കീപ്പർ ലെവൽ 5 ആണ്. 14 ഒഴിവുകളുണ്ട്. കമേഴ്സ്യൽ അപ്രൻറ്റീസ് ലെവൽ 6 പോസ്റ്റാണ്. 259 ഒഴിവുണ്ട്. 35,400 രൂപയാണ് ബേസിക് പേ. സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ 6 ആണ്. 6,865 ഒഴിവുകളുണ്ട്. മൊത്തം 24,649 ഒഴിവുണ്ട്. 24,649. അപ്പോൾ ഇതെല്ലാമാണ് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാവുന്ന പോസ്റ്റുകൾ. ഇത് +2കാർക്ക് അപേക്ഷിക്കാവുന്ന പോസ്റ്റുകളാണ്. മൊത്തം 5 എണ്ണമുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണ്.
അതിനടുത്ത് വരുന്ന ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ്. ഇത് മൊത്തം ഉള്ള ഒഴിവുകളാണ്, എല്ലാ RRBകളിലേക്കുള്ള ഒഴിവുകൾ, മൊത്തം RRBകൾക്കുള്ള ഒഴിവുകൾ. ഇവിടെ 8 പോസ്റ്റുകൾ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് സ്റ്റേഷൻ മാസ്റ്റർക്കാണ്. പിന്നെ 31/3/2010 ആ ക്വാളിഫിക്കേഷൻ, പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മൊത്തം നേടിയിരിക്കേണ്ടതാണ്. എക്സാം എഴുതിയിരിക്കുന്നവർക്ക് പറ്റില്ല, പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കേണ്ടതാണ്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്വന്തമായിട്ടൊരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിലേക്ക് OTP വരുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഹാൾ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലേക്കായിരിക്കും വരുന്നത്. ഇതും RRB വയസ്സായിട്ടുള്ള എക്സാം ആയിരിക്കും. ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുക. കാൻഡിഡേറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ ദ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദി പോസ്റ്റ്. പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ നമ്മളെ സെൻട്രോ സിറ്റിയൊക്കെ അലോക്കേഷൻ ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ടെക്നിക്കൽ ആൻഡ് ലോജിസ്റ്റിക്കൽ ഫീസിബിലിറ്റി. പിന്നെ 1 മാസം സമയം തന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സമയത്തിലേക്ക് വെക്കണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സമയത്ത് അപേക്ഷിക്കാവുന്നതാണ്, കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം. മാൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ബാൻഡ് ഐറ്റംസ് ഉണ്ട്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളായ മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, പെൻഡ്രൈവ്, ലാപ്ടോപ്പ് അങ്ങനത്തെ സംഭവമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സ്റ്റേജസ് ഓഫ് എക്സാം. There shall be 2 stage computer-based tests followed by skill test. Computer-based aptitude test for station master and traffic assistant. Typing skill test for junior clerk cum typist, junior timekeeper, accounts clerk cum typist, senior clerk cum typist, junior accountant assistant cum typist and senior timekeeper. അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. പോസ്റ്റുകൾക്ക് അനുസരിച്ച് ഒന്നുകിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. പിന്നെ ട്രെയിൻസ് ക്ലർക്ക്, കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ഗുഡ്സ് ഗാർഡ്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, കമേഴ്ഷ്യൽ അപ്രൻറ്റീസ്. അവർക്ക് 2 സ്റ്റേജ് CBT ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നല്ല. നോർമലൈസേഷൻ ഓഫ് മാർക്ക് അതെങ്ങനെ ചെയ്തിരിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് വേരിയസ് സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞാൽ എത്രയാണോ ഒഴിവുള്ളത് അതിൻ്റെ 20 മടങ്ങ് ആൾക്കാരെ 2ാം സ്റ്റേജിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് 2ാം സ്റ്റേജിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് എത്രയാണോ ഒഴിവുള്ളത് അതിൻ്റെ 8 മടങ്ങായിരിക്കും. അതിന് പിന്നെ സ്കിൽ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതെല്ലാം അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 1/3 മാർക്ക് വെച്ച് നഷ്ടപ്പെടും. നമുക്ക് ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് വെച്ച് നഷ്ടപ്പെടും. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ദ ഓപ്ഷൻസ് ഫ്രം ദി കാൻഡിഡേറ്റ്സ് ഫോർ വേരിയസ് പോസ്റ്റ് ഫോർ വിച്ച് ദേ ആർ എലിജിബിൾ ഇൻ ദി ഓപ്റ്റഡ് RRBs ഷാൽ ബി ടേക്കൻ ഡ്യൂറിങ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ്. RRB പോസ്റ്റുകളും നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. A2 ഫിസിക്കലി ഫിറ്റ് ഇൻ ആൾ റെസ്പെക്റ്റ്, വിഷ്വൽ അക്വിറ്റി. ഇതെല്ലാം നോക്കിയത് മനസ്സിലാക്കുക. A2, A3, B2, C2 എന്തെല്ലാമാണെന്നും ഓരോ പോസ്റ്റിനും ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടതെന്നും നോക്കി മനസ്സിലാക്കുക. നാഷണാലിറ്റി ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ റെഫ്യൂഗ്. പിന്നെ ഏജ് ലിമിറ്റാണ് 18 മുതൽ 30 വയസ്സ് വരെയാണ് സാധാരണ ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 18 മുതൽ 30 വരെ ഏജ് കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/7/1989 1/7/2000 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. OBC നോൺ ക്രിമിലെയർ ആണെങ്കിൽ 2/7/1986 1/7/2001 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC/ST ആണെങ്കിൽ 2/7/1984 1/7/2001 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷത്തെയും SC/ST ആണെങ്കിൽ 5 വർഷത്തെയും ഇളവ് ലഭിക്കും. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 30 years പ്ലസ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് റെൻഡേഡ് ഇൻ ഡിഫൻസ് പ്ലസ് 3 years. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 33 years പ്ലസ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് റെൻഡേഡ് ഇൻ ഡിഫൻസ് പ്ലസ് 3 years.
SC/ST ആണെങ്കിൽ 35 വയസ്സും പിന്നെ എത്ര വർഷമാണ് സർവീസിലുണ്ടായിരുന്നത് അതിനെക്കാട്ടി 3 വർഷവും. PWBD ജനറൽ ആണെങ്കിൽ 10 വർഷം, OBC ആണെങ്കിൽ 13 വർഷം, SC/ST ആണെങ്കിൽ 15 വർഷം. അങ്ങനെ ഓരോ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. പിന്നെ വിമൺ കാൻഡിഡേറ്റ്സ് ഹു ആർ വിഡോവഡ്, ഡിവോഴ്സ്ഡ് ഓർ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരിഡ്, അവർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. OBC ആണെങ്കിൽ 38 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെ. ഇനി വരുന്ന ലെവൽ 4, 5, 6 പോസ്റ്റുകൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണെങ്കിൽ അവർക്ക് 18 മുതൽ 33 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അവർക്കും OBCക്ക് 3 വർഷത്തെയും SC/STക്ക് 5 വർഷത്തെയും, എക്സ് സർവീസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വെച്ചിട്ട് അപേക്ഷിക്കാം, അതേപോലെ തന്നെ +2 വെച്ചിട്ട് അപേക്ഷിക്കാം. പിന്നെ എക്സാമിനേഷൻ ഫീ 500 രൂപ. മെൻസിൽ ജനറൽ കാറ്റഗറിക്ക് വരുന്നതാണ് 500 രൂപ. 400 രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചിടുന്നതായിരിക്കും. അതുപോലെ PWBD ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, SC/ST, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് അവർക്ക് 250 രൂപയാണ് ഫീസ്. ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ 250 രൂപ തിരിച്ചിടുന്നതായിരിക്കും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും SB ചെല്ലാൻ വഴിയും പോസ്റ്റ് ഫീസ് വഴിയും നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ടൈം ഓഫ് ഫീ പേയ്മെൻറ്റ് നേരത്തെ നമ്മൾ നോക്കിയതാണ്. 5/4/2010 ഫീസ് അടയ്ക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആ ഫിസിക്കൽ ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സൺസൊക്കെ അവർക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കുന്നതാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാവുന്നത് വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT, കോമൺ ഫോർ ഓൾ നോട്ടിഫൈഡ് പോസ്റ്റ് ഓഫ് ദിസ് CN 1/2019. എക്സാമിനേഷൻ ഡ്യൂറേഷൻ ഇൻ മിനിറ്റ്സ് 90 മിനിറ്റാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ജനറൽ അവയർനെസ്സിന് 40 മാർക്കിനും, മാത്തമാറ്റിക്സിന് 30 മാർക്കിനും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിനും, അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു സിലബസാണ് ഇതിൻ്റെ തന്നെ. PWBD കാൻഡിഡേറ്റ്സിന് 120 മിനിറ്റ് ഉണ്ടാവും. പിന്നെ അവർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഡീറ്റെയിൽ സിലബസ് നോക്കാം. മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി ആൽജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. ഈ റെയിൽവേൻ്റെ സിലബസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസിലുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് മാത്രം. +2 യോഗ്യതയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. +2 ഡിഗ്രി ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചോദിക്കും. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അനലോഗീസ്, കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്പ്, അനലിറ്റിക്കൽ റീസണിങ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, പസിൽ, ഡാറ്റ സഫിഷ്യൻസി, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, മാപ്സ്, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഗ്രാഫ് എറ്റ്സെട്ര. ഇത്രയുമാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്നത്. പിന്നെ ജനറൽ അവയർനെസ്, കറന്റ് ഈവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ, മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10 CBSE, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ, UN and other important world organizations, environmental issues of concerning India and world at large, basics of computers and computer applications, common abbreviations, transport system in India, Indian economy, famous personalities of India and world, flagship government programs, flora and fauna of India, important government and പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ഇമ്പോർട്ടൻ്റ് മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫോർ എലിജിബിലിറ്റി ഇൻ വേരിയസ് കാറ്റഗറീസ്. ജനറൽ കാറ്റഗറി 40%, EWS 40%, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 30%, SCക്ക് 30%, STക്ക് 25%. പിന്നെ അടുത്ത്
സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6 വ്യത്യസ്തമായിരിക്കും. അത് 90 മിനിറ്റ് തന്നെയായിരിക്കും. ജനറൽ അവയർനെസ് 50 മാർക്കിന്, മാത്തമാറ്റിക്സ് 35 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്കിന്. മൊത്തം 120 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മാത്തമാറ്റിക്സിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന സിലബസ് തന്നെയാണ് വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതിന് തന്നെ, ജനറൽ അവയർനെസ്സിനും അതേ സിലബസ് തന്നെയാണ് വരുന്നത് ഏകദേശം. ജനറലിന് 40%, EWSന് 40%, OBCക്ക് 30%, SCക്ക് 30%, STക്ക് 25% മാർക്ക് വേണം സെക്കൻഡ് സ്റ്റേജിന്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT ഓൺലി ഫോർ കാൻഡിഡേറ്റ് ഹു ഹാവ് ഓപ്റ്റഡ് ഫോർ ട്രാഫിക് അസിസ്റ്റന്റ് ആൻഡ് സ്റ്റേഷൻ മാസ്റ്റർ. ക്വാളിഫയിങ് മാർക്സ്. The candidates need to secure a minimum T-score of 42 marks in each of the tests that is to qualify. This is applicable to all candidates irrespective of community or category, irrespective of SC, ST, OBC and no relaxation in minimum T-score is permissible. അത് കാറ്റഗറി ബേസ്ഡ് ഒന്നുമല്ല, എല്ലാവർക്കും 42 മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് TST സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ടൈം കീപ്പർ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ജൂനിയർ ടൈം കീപ്പർ. അവർക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 30 വേർഡ്സ് പെർ മിനിറ്റ്. ഇംഗ്ലീഷിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിലാണെങ്കിൽ 25 വേർഡ്സ് പെർ മിനിറ്റും സ്പീഡ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അടുത്ത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 ആണ്. പിന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ, ഇതെല്ലാം ലെവൽ 2 പോസ്റ്റുകളാണ്. അതും ട്രെയിൻസ് ക്ലർക്കും ലെവൽ 2 പോസ്റ്റുകളാണ്. ഇവർക്ക് കോമൺ ഫോർ ഓൾ ലെവൽ 2 പ്രോസസ്. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കോമൺ ആയിരിക്കും. പിന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റാണ് ഇവർക്കുള്ളത്. ട്രെയിൻസ് ക്ലർക്കിന് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇല്ല. പിന്നെ നോർമലൈസേഷൻ ഓഫ് മാർക്ക്, ഇത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇതെല്ലാമാണ്. കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ് 20 KB മുതൽ 50 KB വരെയുള്ള സിഗ്നേച്ചർ വേണം. 10 KB മുതൽ 40 KB വരെ. SC ST സർട്ടിഫിക്കറ്റ്, അത് മറ്റേ ട്രാവൽ പാസിന് വേണ്ടിയിട്ടുള്ളതാണ്. SC ST ട്രാവൽ പാസ് വേണമെങ്കിൽ SC ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ സ്ക്രൈബ് ഫോട്ടോ. എക്സാം ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. മലയാളം അടക്കം എല്ലാ ലാംഗ്വേജിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മലയാളം ഉണ്ട്. ഫോട്ടോയ്ക്ക് 35x45 സെൻറ്റിമീറ്റർ ആയിരിക്കും അളവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ RRBൻ്റെ പേരും അഡ്രസ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിലും OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിൻ്റെ മാതൃകയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതേ മാതൃകയിൽ തന്നെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ ഏറ്റവും താഴേക്ക് വന്നാൽ പോസ്റ്റ് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ ഓരോ RRBയിലേക്കുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കുക. കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് അതാണെങ്കിൽ ലെവൽ 6 ആണ്. സ്കെയിൽ ഓഫ് 35,400 രൂപ മുതലാണ് തുടങ്ങുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2 വേണം. പിന്നെ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വയ്ക്കുക. പിന്നെ ഓരോ RRB ബേസ് ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത് RRB അഹമ്മദാബാദാണ്. കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് ലെവൽ 6, ജനറൽ കാറ്റഗറിക്ക് 6 ഒഴിവും, SCക്ക് 1, STക്ക് ഇല്ല, OBC 1, അങ്ങനെ മൊത്തം 8 ഒഴിവ്. അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ RRB നിങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക. തിരുവനന്തപുരത്തിൻ്റെ അടക്കം എല്ലാ RRBയിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ തിരുവനന്തപുരത്തിന് കൊടുത്തിട്ടുണ്ട്. മൊത്തം 35,277 ഒഴിവുകൾ തിരുവനന്തപുരത്തുണ്ട്. നല്ല ഒഴിവുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി മാത്രം അപേക്ഷിക്കുക. എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.